തിരുവനന്തപുരം വെള്ളറട പനച്ചമുട്ടിലെ വിനോദിന്റെ വീട്ടിൽ ഇപ്പോഴും ചോരപ്പാടുകളുണ്ട്. ഒരു മൃതദേഹം ചീഞ്ഞളിയുന്നതിന്റെ ദുർഗന്ധവും പരക്കുന്നു. വീട്ടിലെ കിടപ്പുമുറിയിൽ 2 ദിവസത്തോളം മൃതദേഹം ഒളിപ്പിച്ച ശേഷമാണ് പിന്നീടത് പുറത്ത് കുഴിച്ചു മൂടിയത്. അയൽവാസിയായ പ്രിയംവദയെ കാണാനില്ലെന്ന മക്കളുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. പ്രതി വിനോദിന് കടം നൽകിയ പണം പ്രിയംവദ ചോദിച്ചതാണ് പ്രകോപന കാരണം. തർക്കത്തിനിടെ വിനോദ് അയൽവാസിയായ വീട്ടമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതിയുടെ ഭാര്യ മാതാവ് സരസ്വതിയുടെ വെളിപ്പെടുത്തൽ കേസിൽ നിർണായകമായി. നെയ്യാറ്റിൻകര പനച്ചമുട് സ്വദേശിനിയായ പ്രിയംവദയെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ കാണാനില്ലെന്ന പരാതിയുമായി ഇവരുടെ പെൺമക്കളാണ് വെള്ളറട പോലീസിനെ സമീപിച്ചത്. അതിനിടെ പ്രിയംവദയുടെ അയൽവാസിയായ സരസ്വതി സമീപത്തെ ദേവാലയത്തിലെ പുരോഹിതനോട് പ്രിയംവദയെ കാണാതായതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഇവർക്ക് മർദ്ദനമേറ്റതായി സംശയമുണ്ടെന്നും രക്തക്കറകൾ വീടിന് ചുറ്റുമുണ്ടെന്നും രാവിലെ വെളിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പുരോഹിതൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളറട പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുമ്പോഴാണ് സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത്. സരസ്വതിയുടെ മകളുടെ ഭർത്താവ് വിനോദും ഇയാളുടെ സഹോദരൻ സന്തോഷും വീട് കഴുകി വൃത്തിയാക്കുന്നത് കണ്ട് സംശയം തോന്നിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. 12-ാം തീയതി തന്നെ പ്രിയംവദയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വിനോദിന്റെ വീടിനുള്ളിൽ മൃതദേഹം ഒളിപ്പിച്ചു. രണ്ട് ദിവസത്തിനു ശേഷം ശനിയാഴ്ച വൈകിട്ട് വിനോദിന്റെ വീടിന് പിൻവശത്തുള്ള സെപ്റ്റിക് ടാങ്കിനോട് ചേർന്ന് ഉപയോഗശൂന്യമായ കുഴിയിൽ മൃതദേഹം ഉപേക്ഷിച്ച ശേഷം പാറപ്പൊടിയിട്ട് കുഴി നികത്തുകയായിരുന്നു. പ്രിയംവദ കടം വാങ്ങിയ പണം തിരികെ നൽകാഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി വിനോദ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഭർത്താവുമായി ഏറെ നാളായി അകന്നു കഴിയുകയായിരുന്ന പ്രിയംവദയുമായി വിനോദിന് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതായും അതിനിടെ ഇവർ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസിന് സൂചനയുണ്ട്. വൻ പോലീസ് സുരക്ഷയിൽ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.